ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ്സിലേക്ക് ഇത്തവണ എത്തുന്നത്. മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയവും അടക്കം സമഗ്ര മാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത്. കലവൂർ സ്കൂളിൽ നിന്നും പ്രവേശനോത്സവ ഉദ്ഘാടനം നടക്കുന്ന സ്കൂളിൽ നിന്ന് രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നു. രഘു, ഗുഡ് മോർണിംഗ്. കൃത്യം 9:30 തന്നെ പ്രവേശനോത്സവ ഉദ്ഘാടനം ആരംഭിക്കും എന്നാണ് കരുതുന്നത്, അല്ലേ? അതെ, 9:30 തന്നെ ആരംഭിക്കും. 9:30 തന്നെ മുഖ്യമന്ത്രി എത്തും. വിദ്യാഭ്യാസ മന്ത്രി അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കുട്ടികൾ പുതിയ വിദ്യാലയങ്ങളിലേക്ക് എത്തിയ പുതിയ കുഞ്ഞുങ്ങളെ വേദിയിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലൈവിൽ നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്. വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് കുഞ്ഞുങ്ങളെ ഇതിലേക്ക് പുതിയ സ്കൂളിലേക്ക് സ്വീകരിക്കുന്നത്. എല്ലാവർക്കും കുറ്റമറ്റതായി തീർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി 9:30 മണിക്ക് പരിപാടികൾ ആരംഭിക്കും. കുട്ടികളെ റൂമുകളിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണക്ക് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. അത് എല്ലാ സ്ഥലത്തെയും കണക്കെടുത്തിട്ടേ പറയാൻ പറ്റും. പഴയ ക്ലാസ് റൂമുകളൊന്നും അല്ല, എല്ലാം AC റൂമും ലിഫ്റ്റും ഒക്കെ ഉണ്ട്. പരിഷ്കാരങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. 100% ഗുണകരമാകും. ഇപ്പം തന്നെ 8ാം ക്ലാസ്സിൽ സബ്ജക്ട് മിനിമം നടപ്പിലാക്കിയാൽ വളരെ ഗുണകരമായിരുന്നല്ലോ. പാഠപുസ്തകം തയ്യാറാക്കിയത് വലിയ ഗുണകരമായിരുന്നല്ലോ. അധ്യാപകരുടെ സ്ഥലമാറ്റം വലിയ ഗുണകരമായിരുന്നല്ലോ. എല്ലാം ഗുണകരമാണ്. താൻ ജീവിക്കുന്ന പ്രദേശത്ത് മാരകമായ ലഹരിയുടെ യാതൊരു സ്വാധീനവും സംഭവിക്കാതിരിക്കാൻ ഹൃദയം ആഹ്ലാദവും സന്തോഷവും വിദ്യാലയ ചേരാം. കുഞ്ഞുങ്ങളൊക്കെ വലിയ കൗതുകത്തിലും ഒക്കെയാണ്. എന്തായാലും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ സ്കൂളിൽ, അതായത് പ്രവേശനോത്സവം നടക്കുന്ന കലവൂർ സ്കൂളിൽ 100-നടുത്ത് കുട്ടികളാണ് പ്രവേശനം നേടിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല KG ഉണ്ട് ഇവിടെ, LKG UKG ഒക്കെ ഉണ്ട്. അവിടെയും കുഞ്ഞുങ്ങൾ ഒരു 10-60 കുട്ടികൾ, അതായത് ഏകദേശം 150 പുതിയ കുട്ടികളാണ് ഈ കലവൂർ സ്കൂളിൽ പ്രവേശനോത്സവം നടക്കുന്ന കലവൂർ സ്കൂളിൽ പ്രവേശനം നേടിയത്. വലിയൊരു സ്കൂളാണ്. 2000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂളാണ്. വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയുള്ള, നമ്മൾ കഴിഞ്ഞ ലൈവുകളിലൊക്കെ കണ്ടു, വലിയ കെട്ടിടങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒക്കെയുള്ള സ്കൂളുകളാണ്.